എല്ലാവർക്കും ജാനിസ് ഫാൻറ്റസിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ചിക്കൻ്റെ മറ്റൊരു റെസിപ്പിയുമായി ഞാൻ വീണ്ടും വന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ചിക്കൻ ടിക്ക. ഇന്ന് ഞാൻ 3 രീതിയിലാണിത് ചെയ്യാൻ പോകുന്നത്. ഒന്ന്, ഈ ചിക്കൻ ടിക്ക നമ്മൾ ഓവനിൽ വെച്ചുണ്ടാക്കുന്നത്. ഇപ്പോൾ ഓവൻ ഇല്ലാത്തവർക്കാണെങ്കിൽ അതെങ്ങനെ പാനിലുണ്ടാക്കാം എന്നുള്ളത്. 2, സ്ക്യൂർ ഇല്ലാത്തവർക്ക് എങ്ങനെ ഡയറക്റ്റ് പാനിൽ വെച്ചിട്ട് ചിക്കൻ ടിക്ക ഉണ്ടാക്കാം. ഈ 3 മെത്തേഡാണ് നമ്മളിന്ന് കാണിക്കുന്നത്. അപ്പോൾ ചിക്കൻ ടിക്ക തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 350 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മസാല റെഡിയാക്കാനായിട്ട് ഒരു ബൗൾ എടുക്കാം. ആ ബൗളിലേക്ക് നമുക്കൊരു 4 ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ വെച്ചിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നമുക്കിതിലേക്ക് നമ്മളുടെ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരോടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഇത് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇത് അടച്ച് 1 മണിക്കൂർ നേരത്തേക്ക് മാറ്റി വെക്കാം. ചിക്കൻ 1 മണിക്കൂർ നേരത്തേക്ക് മാറ്റി വെക്കുന്ന ആ സെയിം ടൈമിൽ തന്നെ സ്ക്യൂറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ സ്ക്യൂർ 1 മണിക്കൂർ നേരത്തേക്ക് വെള്ളത്തിൽ മുക്കി വെക്കണം. കാരണം വെള്ളത്തിൽ മുക്കി വെക്കാതെ നമ്മൾ സ്ക്യൂർ ഉപയോഗിക്കുകയാണെങ്കിൽ സ്ക്യൂറിൽ പെട്ടെന്ന് തീ പിടിച്ച് അത് മുറിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കിത് സ്ക്യൂറിലേക്ക് കോർത്തെടുക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഓവനിൽ വെക്കുന്നവർ ഓവൻ ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെക്കേണ്ടതാണ്. ഇനി നമുക്ക് സ്ക്യൂർ എടുക്കാം. സ്ക്യൂർ എടുത്തിട്ട് ചിക്കൻ ഇതേപോലെ കോർത്തെടുക്കാം. ആ ചിക്കൻ തമ്മിൽ കുറച്ച് ഗ്യാപ്പ് ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമുക്കിത് ഓവനിലെ
ഓവനിലെ ഗ്രിൽ പാനിലേക്ക് വെക്കാം. ഓരോ 10 മിനിറ്റ് കൂടുമ്പോഴും ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏകദേശം ഒരു 25-30 മിനിറ്റ് എടുക്കും ഇതൊന്ന് വെന്ത് വരാനായിട്ട്. ഓരോരുത്തരുടെ ഓവൻ്റെ ചൂടനുസരിച്ചിരിക്കും ഇത് വെന്ത് വരാനായിട്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് നിങ്ങൾ നോക്കുന്നത് നല്ലതായിരിക്കും. ഓവൻ ഇല്ലാത്തവർക്ക് ഇതെങ്ങനെ പാനിൽ പ്രിപ്പയർ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാനിലേക്ക് ഞാൻ ബട്ടറാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ബട്ടർ ഇല്ലാത്തവർ ഏതെങ്കിലും ഓയിൽ യൂസ് ചെയ്താലും മതി. സ്ക്യൂർ വലുതാണെങ്കിൽ നിങ്ങൾ ആ 2 എഡ്ജ് ഒന്ന് മുറിച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇത് ഓരോ 10 മിനിറ്റ് കൂടുമ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 10 മിനിറ്റ് കൂടുമ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ ഒരു 20 മിനിറ്റോളം എടുക്കും നമുക്കിതൊന്ന് വെന്ത് വരാനായിട്ട്. അടുത്തായിട്ട് നമുക്ക് ഇത് സ്ക്യൂറും ഓവനും ഇല്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്കിതെങ്ങനെ പാനിൽ സാധാ രീതിയിൽ ചെയ്തെടുക്കാം എന്നുള്ളതാണ് നോക്കുന്നത്. ഞാനിപ്പോൾ നേരത്തെ എടുത്തിരുന്ന അതേ പാനാണ് എടുത്തേക്കുന്നത്. ആ പാനിലേക്ക് നമ്മളുടെ കോർത്ത് വെക്കാത്ത ചിക്കൻ എടുത്തിട്ട് ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ഓരോ 5 മിനിറ്റ് മാക്സിമം ഒരു 5 മിനിറ്റ് കൂടി ഇരിക്കുമ്പോൾ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. അങ്ങനെ ഒരു 15-20 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്കിത് റെഡിയായി കിട്ടും. അങ്ങനെ നമ്മുടെ ചിക്കൻ ടിക്ക റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ലെഫ്റ്റ് സൈഡിലിരിക്കുന്നത് നമ്മൾ ഓവനിൽ വെച്ച ടിക്കയാണ്. സെൻറ്ററിൽ വെച്ചിരിക്കുന്നത് നമ്മൾ പാനിൽ ഫ്രൈ ചെയ്തേക്കുന്ന ടിക്കയാണ്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലിരിക്കുന്നത് സ്ക്യൂറിൽ ചെയ്യാത്ത നമ്മൾ പാനിൽ ചെയ്ത ചിക്കൻ ടിക്കയാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇത് നല്ലൊരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് കമൻസായിട്ടിടാം. കമൻസിന് എന്തായാലും ഞാൻ മറുപടി തരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ജാനീസ് ഫാൻറ്റസി.